ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൊഴുവ പീര വറ്റിച്ചതാണ്. അതിനായിട്ട് ഞാനിവിടെ കുഞ്ഞു കൊഴുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് കുറച്ചധികം ചുവന്നുള്ളിയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 2-3 കാന്താരി മുളകും ഒരു ചെറിയ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേപ്പിലയും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കൊഴുവപ്പീര തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ മൺചട്ടിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടിയും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് കൊഴുവ ഇട്ട് കൊടുക്കാം. ഇതിനെ കൊഴുവ നത്തോലി എന്നൊക്കെ പറയട്ടോ. നമ്മുടെ ഇവിടെ കൊഴുവ എന്നാണ് പറയുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഇതെല്ലാം കൂടി തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഈ അരപ്പൊക്കെ നല്ല പോലെ ഈ കൊഴുവയിലേക്കൊക്കെ പിടിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൈ കൊണ്ട് തന്നെ ചെയ്യണത്. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്കത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കിയ മിക്സി ജാറിൽ ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മീൻ പൊടിഞ്ഞു പോകാതെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ അരപ്പ് തയ്യാറാക്കുമ്പോൾ അത് ചതച്ചെടുക്കാതെ നമ്മുടെ കൈ കൊണ്ട് തന്നെ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതുണ്ടോ, നമ്മളൊരു 5 മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെച്ചപ്പോഴേക്കും ഇത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആ വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഈ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളിത് വല്ലാതെ അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണില്ല. ഇനി ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ഒരു മയമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അനക്കാതെ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേക്കും മീനൊന്നും പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഇതുണ്ടോ, ഇതിപ്പോൾ ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു മയമൊക്കെ പോയി പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ കൊഴുവ പീര തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.